Hi everyone, I'm Nimnaga K and I'm back with a new topic. ഇന്നത്തെ topic ആണ് how to read for IELTS. IELTSന്റെ റീഡിംഗ് മൊഡ്യൂൾ കുറേ പേർക്ക് പേടിയുള്ള ഒരു മൊഡ്യൂളാണ്, ചിലർക്ക് അത്ര പേടിയില്ല. എനിവേ റീഡിംഗ് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, റീഡിംഗ് ടെസ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, റീഡിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് തിങ് യു ഡു, നമ്മുടെ ടെക്സ്റ്റ് കയ്യിലെടുക്കുമ്പോൾ തന്നെ, പ്രാക്ടീസ് ചെയ്യാൻ ടെക്സ്റ്റ് കയ്യിലെടുക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ഫസ്റ്റ് തിങ് യു ഡു ഇസ് പ്രിവ്യൂ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വായിക്കാൻ പോകുന്ന ടെക്സ്റ്റിൻ്റെ ടൈറ്റിൽസ്, സബ് ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ സബ് ടൈറ്റിൽസ്, പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് അനലൈസ് ചെയ്യുക. ഓരോ പാരഗ്രാഫ്സിൻ്റെയും ഫസ്റ്റ് വേർഡ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ എന്താണ് ഫെർദർ വായിക്കാൻ പോകുന്നതെന്നൊരു ഐഡിയ കിട്ടും. ആൻഡ് IELTSൻ്റെ കാര്യത്തിൽ ഐ വുഡ് സേ നമ്മുടെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ, നമ്മൾ ചെയ്യാൻ പോകുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഒന്ന് ക്വിക്ക്ലി ചെക്ക് ചെയ്തിട്ട് വരുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ മാച്ചിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അതും മാച്ചിങ് ഡീറ്റെയിൽസ്, ഇയേഴ്സ് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇയേഴ്സ് ടെക്സ്റ്റിൽ വരുമ്പോൾ നമുക്കൊന്ന് അവെയർ ആയിട്ടിരിക്കാൻ പറ്റും. ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്ലാനിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ്. IDP പറയുന്നത് സ്കിം ഫസ്റ്റ് സ്കാൻ ദെൻ എന്നാണ്. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് റീഡിങ് ചെയ്യേണ്ടത് സ്കിമ്മിങ് ആണ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവും, പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പലർക്കും അറിയുന്നുണ്ടാവും. മെയിൻ ഐഡിയ മനസ്സിലാക്കിയെടുക്കാനുള്ള റീഡിംഗ് ആണ് സ്കിമ്മിങ്. അത് പെട്ടെന്ന് ചെയ്യാവുന്ന, ടൈം സേവ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന ഒരു വേ ഓഫ് റീഡിംഗ് ആണ്. ആൻഡ് ഫസ്റ്റ് ലൈൻസ്, ഓരോ പാരഗ്രാഫ്സിനെയും ഫസ്റ്റ് ലൈൻസ്, ലാസ്റ്റ് 2 ലൈൻസ് ഇങ്ങനെയൊക്കെ വായിച്ച് മെയിൻ ഐഡിയ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യുന്നത് നിങ്ങൾ. അപ്പം അതിൻ്റെ കോർ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ഓരോ പാരഗ്രാഫ്സിലും എന്തൊക്കെ ഇൻഫർമേഷനാണ് പറഞ്ഞിട്ടുള്ളത്, ആ ഹോൾ ടെക്സ്റ്റിൻ്റെ ഏത് പാർട്ടാണോ ഓരോ പാരഗ്രാഫിലും വരുന്നത്, സോ ദാറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസിലി യു ക്യാൻ കം ബാക്ക് ആൻഡ് ലൊക്കേറ്റ് യുവർ ആൻസേഴ്സ്. അങ്ങനെ ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്കിമ്മിങ് ആണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ മെയിൻ ഐഡിയാസ് സ്കിം ചെയ്തെടുക്കുക. നൗ സ്കാൻ ഫോർ ഡീറ്റെയിൽസ്. ഡീറ്റെയിൽസ് എടുക്കുമ്പോഴാണ് നിങ്ങൾ സ്കാൻ ചെയ്യേണ്ടത്, വിച്ച് ഈസ് വെൻ യു ആൻസർ ദ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ സ്കാനിങ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്പെസിഫിക് വേർഡ്സ്, ലെറ്റേഴ്സ്, ഇയേഴ്സ്, നെയിംസ്, ഇതെല്ലാം വെച്ചിട്ട് ഇൻഫർമേഷൻ ഇതെല്ലാം വെച്ചിട്ടാണ് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം സ്കാനിങ് ആൻസർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ചെയ്യുക, ലുക്കിംഗ് ഫോർ ഡീറ്റെയിൽസ്, പെർട്ടിക്കുലർ ഡീറ്റെയിൽസ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ. സോ സ്കിം ഫസ്റ്റ്, സ്കാൻ ദെൻ. നെക്സ്റ്റ് തിങ്, ചങ്ക് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ചങ്കിങ്, അതായത് പീസസ് ഓഫ് ഇൻഫർമേഷൻ മനസ്സിലാക്കിയെടുക്കുക. അത് പലതരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ടു വേർഡ്സിൻ്റെ പീസസ് ആയിട്ട് വായിക്കാം. ഇനീഷ്യലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ 2 വേർഡ്സ് വെച്ച് വായിക്കാൻ നോക്കുക. പിന്നെ അവിടെ 3 വേർഡ്സ് ആക്കുക, പിന്നെ 4 വേർഡ്സ് ആക്കുക, 5 വേർഡ്സ് വരെ വായിക്കാൻ പറ്റുന്നവരുണ്ട്. ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ പാസീവ് റീഡിങ്ങിലുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങൾ ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾ ചിലപ്പം വായിച്ചു പോകുന്നുണ്ടെങ്കിൽ അർത്ഥം മനസ്സിലായിന്ന് വരില്ല. That is when you can use this technique. റിപ്പീറ്റഡ്ലി വായിച്ച് ടൈം കളയുന്നതിനേക്കാളും നല്ലത് ചങ്കിങ് ചെയ്യുന്നതാണ്. നിങ്ങൾ പീസസ് ഓഫ് ഇൻഫർമേഷൻ വായിച്ച് മനസ്സിലാക്കിയാണ് പോകാം. സോ ഹൗ ഡു യു ഡു ദിസ് ചങ്കിങ്? ഇൻസ്റ്റെഡ് ഓഫ് വേർഡ് ബൈ വേർഡ്, റീഡ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 3 or 5 വേർഡ്സ്. ഇങ്ങനെയാണ് ചങ്കിങ് ചെയ്യേണ്ടത്. ഐ വിൽ ജസ്റ്റ് ഷോ യു. Dark matter particles may have interacted extensively with normal matter long ago, when the universe was very hot, a new study suggests. The nature of dark matter is currently one of the greatest mysteries in science. The invisible substance, which is detectable via its gravitational influence on normal matter, is thought to make up 5/6 of all matter in the universe. സോ ഇതിപ്പോൾ ഞാൻ 2-3 വേർഡ്സ് ആയിട്ട് വായിച്ചു, 5 വേർഡ്സ് ആയിട്ട് വായിച്ചു. ഹൗ ഡസ് ഇറ്റ് മേക്ക് സെൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ വായിച്ചത്. നിങ്ങൾക്കതിന് 4 വേർഡ്സിൻ്റെ ഗ്രൂപ്പായിട്ട് വായിക്കാം, 5 വേർഡ്സിൻ്റെ ഗ്രൂപ്പായിട്ട് വായിക്കാം. ഗ്രൂപ്പായിട്ട് ഐഡിയാസ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. സോ ചങ്കിങ് പഠിച്ചു. നൗ ഡോണ്ട് റീഡ് അലൗഡ് ഇൻ യുവർ ഹെഡ്. എന്ന് വെച്ചാൽ സബ് വോക്കലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അതേപടി ബ്രെയിനിൽ പ്ലേ ചെയ്യുക. സോ നമ്മൾ സംസാരിക്കുന്ന സ്പീഡ് നമ്മുടെ തോട്ട്സിൻ്റെ സ്പീഡും സെയിം അല്ല. നമ്മുടെ തോട്ട്സ് ഫാസ്റ്ററാണ് നമ്മൾ സ്പീക്കിങ്ങിൽ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് വേർഡ്സിനേക്കാളും. അപ്പം സബ് വോക്കലൈസേഷന് വേണ്ടിയിട്ട് ലെറ്റ് ചെയ്യരുത്.
നിങ്ങൾ പറയുന്നത് പോലെ ബ്രെയിനിൽ പ്ലേ ചെയ്യാനായിട്ട് ലെറ്റ് ചെയ്യരുത്. യു തിങ്ക്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ കൂടെ പേന വെച്ച് മൂവ് ചെയ്യാം. മനസ്സിലാക്കി പോകാം. തോട്ട്സിലേക്കാണ് പോകേണ്ടത്. നിങ്ങൾ അത് റീഡിങ് എലൗഡിലേക്കല്ല പോകേണ്ടത്. അപ്പം പേന വെച്ചിട്ടോ ഫിംഗർ വെച്ചിട്ടോ നിങ്ങൾ ടെക്സ്റ്റിൻ്റെ കൂടെ മൂവ് ചെയ്യിപ്പിച്ച് ഈ പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആക്കാം. നൗ ഹൈലൈറ്റ് ആൻഡ് അനോട്ടേറ്റ് എന്ന് വെച്ചാൽ എപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കുക, അണ്ടർലൈൻ ചെയ്യുക, കീവേഡ്സ് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക, നെയിംസ്, ഇയേഴ്സ്, നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ എല്ലാം അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഓരോ പാരഗ്രാഫ്സിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് മാർജിനിൽ നോട്ട്സും എഴുതി വയ്ക്കുക. ഈ പാരഗ്രാഫിൽ നിന്ന് കിട്ടിയ ഐഡിയാസ് എന്താണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡീറ്റെയിൽ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. സോ ഹൈലൈറ്റ് ആൻഡ് അനോട്ടേറ്റ്. നൗ ആസ്ക് ക്വസ്റ്റ്യൻസ് വൈൽ റീഡിങ്. ഇതെന്തിനാണ്? പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആസ്ക് ക്വസ്റ്റ്യൻസ് വൈൽ റീഡിങ്. വാട്ട്, വെൻ, വൈ, ഹൗ, പിന്നെ വേർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്വയം ചോദിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക അതിൻ്റെ ആൻസേഴ്സ്. വൈ ഡസ് ദി ഓതർ സേ ദിസ് പെർട്ടിക്കുലർ തിങ്, ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ വാട്ട് ഈസ് ഹി ട്രൈങ് ടു എക്സ്പ്ലെയിൻ ഇൻ ദ ഹോൾ പാരഗ്രാഫ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്വയം ചോദിച്ച് അത് മനസ്സിലാക്കിയെടുക്കാൻ നോക്കുക. ആൻഡ് ദിസ് കീപ്സ് യുവർ ബ്രെയിൻ അലേർട്ട്. ആൻഡ് ഇത് മെമ്മറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നമുക്ക് പിന്നീട് ലൊക്കേറ്റ് ചെയ്യാൻ, ആൻസേഴ്സ് വന്ന് ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. നൗ സമ്മറൈസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. സ്വന്തം വേർഡ്സിലേക്ക് സമ്മറൈസ് ചെയ്യാം. ഓരോ പാരഗ്രാഫും വായിക്കുക, അതിൻ്റെ കോർ ഐഡിയ എടുത്ത് സമ്മറൈസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്യാം. ഓരോ പാരഗ്രാഫിനും സമ്മറൈസ് ചെയ്യുക, കോർ ഐഡിയ മനസ്സിലാക്കിയെടുക്കുക. So after a section, pause and quickly say or write the main point. Main point ഒന്നുകിൽ പറഞ്ഞു നോക്കണം അല്ലെങ്കിൽ എഴുതി വെക്കണം. എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. Next one is improve vocabulary naturally. It is not necessary that you know all the words that you read. നിങ്ങൾ ടെക്സ്റ്റിൽ കാണുന്ന എല്ലാ വേർഡ്സും നിങ്ങൾക്ക് അറിഞ്ഞോളുന്നില്ല. that it is normal. അപ്പം അങ്ങനെ അറിയണമെന്ന് വാശി പിടിക്കേണ്ട. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പം വേർഡ്സിൻ്റെ മീനിങ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത മീനിങ്സ് ആണെങ്കിലും വൺസ് യു ഫിനിഷ് ദ പ്രാക്ടീസ്, നെക്സ്റ്റ് തിങ് യു ഡു ഇസ് അത് ചെക്ക് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ആൻഡ് വൊക്കാബുലറി ത്രൂ ഔട്ട് ദ പ്രിപ്പറേഷൻ ടൈം, ഐൽസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോൾ ടൈമിൽ നിങ്ങൾ പതുക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് റീഡിങ് ടെക്സ്റ്റിൽ നിന്ന് കിട്ടുന്ന വൊക്കാബുലറി. ആൻഡ് ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ടു. അപ്പം വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീഡിംഗ് ടെസ്റ്റ് ഇസ് ഓൾസോ എ വൊക്കാബുലറി ടെസ്റ്റ്. അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാം. നെക്സ്റ്റ് വൺ ഇസ് പ്രാക്ടീസ് എവറി ഡേ. റീഡിംഗ് എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ചെറിയ ടെക്സ്റ്റ് ആണെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണെങ്കിലും വായിച്ചുകൊണ്ടേ ഇരിക്കണം. വായിക്കുന്നത് ഒരു ശീലമാക്കണം. സോ ദിസ് ഇസ് വെർ യു മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ വിത്ത് ദ ആക്ട് ഓഫ് റീഡിംഗ്. അതിലൊരു ഫണ്ണുണ്ട്. അത് എൻജോയ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് ഐൽസ് ടെസ്റ്റ് ഈവൻ മോർ ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. ന്യൂസ് വായിക്കാം. അപ്പോൾ അതിൽ കറണ്ട് അഫയേഴ്സ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, യു വിൽ ഓൾസോ ഗെറ്റ് ഫെമിലിയർ വിത്ത് ദ ട്രെൻഡിങ് വേർഡ്സ്, ഫ്രേസസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് ദെൻ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വേർഡ്സ് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. മാഗസീൻസ് വായിക്കുക, ലോങ്ങർ ആർട്ടിക്കിൾസ് വായിക്കുക, ലോങ്ങർ കണ്ടൻറ്റ് വായിക്കുക. ലോങ്ങർ ടെക്സ്റ്റിന് ഓട് ഫെമിലറൈസ് ആവാനായിട്ട് ഇങ്ങനത്തെ കോണ്ടൻറ്റ്സാണ് വായിക്കേണ്ടത്. ആൻഡ് ദെൻ ഐൽസിൻ്റെ മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യുക. ഐൽസിൻ്റെ അക്കാഡമിക് റീഡിങ് നല്ല മെറ്റീരിയൽസാണ്. അതെടുത്ത് വെച്ച് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്താ പറയുക, റീഡിങ്ങിലൊരു ഇൻട്രസ്റ്റും ഡെവലപ്പ് ചെയ്യാൻ നോക്കുക ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പ്രാക്ടീസ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് എൻതൂസിയാസത്തോടെ കുറച്ച് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾ ഓരോ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീഡിങ് ബിക്കംസ് ബെറ്റർ, ട്രസ്റ്റ് മീ. സോ ഇതൊക്കെയാണ് നിങ്ങളിനി റീഡിങ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇങ്ങനെയുള്ള കോണ്ടൻറ്റ്സ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മോർ കോണ്ടൻറ്റ്സ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മെറ്റീരിയൽസ് ഷെയർ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുന്നതിൻ്റെ ഫീഡ്ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ദ ടെലഗ്രാം ചാനൽ. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോഴ്സിന് അറ്റൻഡ് ചെയ്ത് നമ്മുടെ ഗൈഡൻസ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, IELTS എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുക. ബാച്ചസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഓണത്തിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. ആൻഡ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതിന് ഒന്നുകിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയച്ചു തരിക. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ
കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഫീ സ്ട്രക്ചറും കൂടെ ഒന്ന് ക്വിക്ക്ലി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് 1 month, 2 months, 3 months കോഴ്സസാണ് IELTS-നുള്ളത്. അത് ഓൺലൈനും ഓഫ്ലൈനും അവൈലബിൾ ആണ്. 1 month കോഴ്സ് ആണെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും 5,999 ആണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. 2 months കോഴ്സ് ആണെങ്കിൽ ഓൺലൈന് 8,999 പേ ചെയ്യുക, ഓഫ്ലൈന് 10,999 ആണ് പേ ചെയ്യേണ്ടത്. 3 months കോഴ്സ് ആണെങ്കിൽ ഓൺലൈന് 9,999 ആണ് ഫീ, ഓഫ്ലൈൻ ആണെങ്കിൽ 15,999 ആണ് പേ ചെയ്യേണ്ടത്. സോ ഫീ സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കോഴ്സിന് ഉടനെ ജോയിൻ ചെയ്യുക, സമയം കളയണ്ട. ഈ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.